ഇതിലായിരിക്കാം പത്രോസിന്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ മതി. കർത്താവ് വചനത്തെ വാഴ്ത്തി നുറുക്കി തരേണ്ടതിനായി സ്വോത്രം 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 സ്വോത്രം. ആത്മീയമായി വചനത്തിൽ നിന്ന് ഭക്ഷിപ്പാൻ കൃപ തരുന്നതിനായി സ്വോത്രം 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 സ്വോത്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിലായിരിക്കുന്ന ജസ്ലിൻ ജൂഡത്ത് പ്രിയപ്പെട്ടവരെ എല്ലാ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് പകലിൽ നമ്മൾ ദൈവസ്ഥലിൽ ഇത് ചിന്തിക്കുന്ന ഈ വചനം രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് പത്രോസ് ഇവിടെ എടുത്തു പറയുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷയ്ക്കായി വളരണമെന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു. ഇനി അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എല്ലാവരും നോട്ട് ചെയ്യണേ. വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ആ ക്ഷയം വാട്ടം മാലിന്യമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ ജനിപ്പിച്ചിരിക്കുക, നമ്മൾ ജനിച്ചതല്ല. ഒരു മാതാവും പിതാവും അവരുടെ കുടുംബജീവിതത്തിലൂടെയാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. എന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ മുഖാന്തരം വചനം ഹൃദയത്തിൽ വീണ് ക്രിയ ചെയ്ത് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് പാപബോധം ഉളവായി മാനസാന്തരപ്പെട്ടാണ് വീണ്ടും ജനനത്തിലേക്ക് വരുന്നത്, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്, ദൈവമുതലായി തീരുന്നത്. ആ ദൈവമുതലായി തീരുന്ന വ്യക്തി വളർച്ച പ്രാപിച്ച് വരണമെന്നാണ് നമ്മൾ 1-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കും. അപ്പൊ രക്ഷയ്ക്കായി വളരണം. വീണ്ടും ജനനം എങ്ങനെ ഉണ്ടാകുന്നു? അതിന്റെ 23-ാം വാക്യം 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇന്ന് സഭകളിൽ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരു സഭയിൽ കുറവാണ്. കഷ്ടത മാറ്റി, കടം മാറ്റി, കാറ് മേടിച്ചു കൊടുത്ത്, വീട് മേടിച്ചു കൊടുത്ത്, ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ തലയറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത് പാസ്റ്റർമാർ വിശ്വാസികളെ യഥാർത്ഥ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നടത്താതിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. ഇവിടെ പത്രോസിന്റെ ഉപദേശം നമ്മൾ പഠിക്കുന്നത്, എൻ്റെ അല്ല. അർത്ഥാൽ അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ കൂടെ നടന്ന് തിന്നു കുടിച്ച ശിഷ്യന്മാരുടെ ഉപദേശം നമ്മൾ പഠിപ്പിക്കുന്നത്. അവർ പറഞ്ഞതും അവർ പഠിപ്പിച്ചതും മാത്രമേ ഒരു പാസ്റ്റർ പറയാൻ പാടുള്ളൂ. അരുതാത്തതൊന്നും പറയരുത്. അരുതാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ടില്ലേ, ഞാൻ ദൈവമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും, ഞാൻ പ്രാർത്ഥിച്ചാൽ ഭൂതം പോവും, ഞാൻ പ്രാർത്ഥിച്ചാൽ വിസ കിട്ടും, ഞാൻ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും. ഇതൊക്കെ ആത്മീയ ഗോളത്തിലെ പുഴുക്കുത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, വചനത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി വളരണമെങ്കിൽ പത്രോസ് പറയുന്നു, അനുദിനം മായമില്ലാത്ത പാല് കുടിക്കണം. മായമില്ലാത്ത പാല് കുടിക്കണമെങ്കിൽ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ആ 2 പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കും. അപ്പൊ അതിനു മുമ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് 2-ന്റെ 1-ാം വാക്യം. എന്തൊക്കെ ചെയ്യണം? സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ. അപ്പൊ രക്ഷയ്ക്കായിട്ട് വളരാനായിട്ട് മായമില്ലാത്ത പാല് കുടിക്കണം. മായമില്ലാത്ത പാല് കുടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു വ്യവസ്ഥയാണ് 1 പത്രോസ് 2-ന്റെ 1. ദുഷ്ടത വിടണം, ചതി വിടണം, വ്യാജഭാവം വിടണം, അസൂയ വിടണം, നുണ വിടണം. 5 പാപം. ഇതാരാ വിടുന്നത്? എണ്ണി എടുത്തോ, എണ്ണി എഴുതി വെച്ചോ. 5 നോസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ ബൈബിളില്. 5 നോസ്, 5 പാപം, 5 പാപം. അപ്പൊ ചോദിക്കും, പാസ്റ്റർ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി, പലരും അങ്ങോട്ട് വളരുന്നില്ല, പലരും വേണ്ടതുപോലെ ആകുന്നില്ല, പലരും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നില്ല, പലരും ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നില്ല, പലരും ആത്മീയ വർധന ഉണ്ടാകുന്നില്ല, പലരിലും ആത്മീയ നിറവുണ്ടാകുന്നില്ല,
പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ദൈവകൃപ പലരിലും വ്യാപരിക്കുന്നില്ല. എന്താ കാരണം? ഈ പാലുള്ളിലോട്ട് ചെല്ലുന്നില്ല. വചനമെന്ന മായമില്ലാത്ത പാലുള്ളിൽ ചെന്നാലേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് വളർച്ച കിട്ടത്തുള്ളൂ. എബ്രായയിലെ 4:12 വായിച്ചു. എബ്രായയിലെ 4:12 വായിച്ചു. ഞാൻ വായിക്കണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനം ഹൃദയത്തിന്റെ ഉള്ളറയിൽ ചെന്ന് മാനസാന്തരം ഉണ്ടാക്കണം, രൂപാന്തരം ഉണ്ടാക്കുമെന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ ഇത് ഉള്ളിലോട്ട് കയറിയാലല്ലേ രൂപാന്തരം ഉണ്ടാവുള്ളൂ. പോയിന്റ്. കേറാൻ തടസ്സമായി നിൽക്കുന്ന 5 വിധ പാവങ്ങൾ. ഈ ദൈവവചനം ഉള്ളിലോട്ട് കയറിയാലേ രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. കാരണം ഇത് ദൈവത്തിന്റെ ശ്വാസമാ, ദൈവത്തിന്റെ കൽപ്പനകളാ. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിന്റെ കൽപ്പന. 1 പത്രോസ് 14:37 കുറിച്ച് വെച്ചോടെ വാക്യം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിന്റെ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ തരുന്ന വചനങ്ങൾ ദൈവ കൽപ്പനകളാണ്. അത് കർത്താവ് പറയുന്നതിന് സമമാണ്. ഇന്ന് അങ്ങനെ ആരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. 1 കൊരിന്ത്യർ 14:37. 1 കൊരിന്ത്യർ 14:37 വായിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1 കൊരിന്ത്യർ 14:37 കിട്ടിയില്ലേ? പ്രവാചകൻ എന്നോ ആത്മീകൻ എന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പന ആവുന്നു എന്ന് അവൻ അറിയുന്നത് അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതെ ഇരിക്കട്ടെ. എന്താ അതിന്റെ അർത്ഥം സഹോദരി? എന്താ അതിന്റെ അർത്ഥം? പൗലൂസ് എഴുതുന്ന ദൈവത്തിന്റെ കൽപ്പനയാ. പൗലൂസിനെ ദൈവം ഏൽപ്പിച്ചതാണ്. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും ദൈവത്തിന്റെ അപ്പോസ്തലനായ പൗലൂസ് അത് ഗലാത്യർ 1:1 അതുകൂടി ഒന്ന് എഴുതിയെടുത്തോ. ഗലാത്യർ 1:1 പൗലൂസ് ആരാണെന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് മറുപടി പറയാനുള്ളത് ഗലാത്യർ 1:1 വായിച്ചോ. അതുകൂടി ഒന്ന് വായിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് മതി. അപ്പൊ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലൂസ് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനകളാണ് നമ്മൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. ലേഖനത്തിന്റെ പ്രസക്തി അവിടെ കിടക്കുന്നത്. ഇതൊന്നും എനിക്ക് ഒരു പെന്തക്കോസ്തുകാരനായി എനിക്ക് 25-28 വർഷം അറിയത്തില്ലായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്രായമുള്ള പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ പഠനങ്ങളിലാണ് ഇത് കാര്യങ്ങൾ മനസ്സിലായത്. പൂശാൻ തേടി വെച്ച് കിടക്കുന്ന പാസ്റ്റർമാരും വെള്ളയും ഇട്ട് കിടക്കുന്ന പാസ്റ്റർമാരും ഒക്കെ പാസ്റ്റർമാരാണെങ്കിലും പക്ഷെ വചന വെളിപ്പാടില്ലാത്തവരാ. ഞാൻ അവരെ അഹരോന്റെ കൂട്ടത്തിലാണ് കൂട്ടിയേക്കുന്നത്. പ്രമാണമാകാൻ പോയ സമയത്ത് പരിപാടി ഒപ്പിച്ചു വെച്ച് 3000 എണ്ണത്തെ കൊന്നുപിടിച്ചു. മനസ്സിലായോ? ദർശനം നഷ്ടപ്പെട്ടവൻ സഭയുടെ തലപ്പത്തിരിക്കണം, ഇല്ലെങ്കിൽ ജനം ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ചങ്കുപൊട്ടി പറയുന്ന ദൂതാ ഞാനിത്. ദൈവമാക്കി വെച്ചവർ സഭയുടെ തലപ്പത്തില്ലെങ്കിൽ അവർ കഞ്ഞു കുടിക്കും, അവർ കുട്ടികളെ പഠിപ്പിക്കും, MBA പഠിപ്പിക്കും, കാറ് മേടിക്കും, വീട് വെക്കും, എല്ലാം നടക്കും. ജനം ആത്മീകമായി നശിച്ചു പോകും. ആ ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നത്. ദൈവമാക്കി വെച്ചവർ സഭയുടെ അധ്യക്ഷന്മാരായിട്ട് വരണം. സമാഗമന കൂടാരം പണിയാൻ നേരത്ത് അതിന്റെ പണികളെല്ലാം ചെയ്യാനായിട്ട് മോശയുടെ കൂടെ സഹായിക്കാൻ 2 പേരുണ്ടായിരുന്നു. ആരാ? ഒഹലിയാബും 2 പേരുണ്ടായിരുന്നു. ആരൊക്കെയാ? പേരങ്ങ് മറന്നുപോയി ഞാൻ. ബെസലേലും. ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനമുള്ള, അതുപോലെ ദൈവിക ജ്ഞാനമുള്ള, ദൈവിക വചന വെളിപ്പാടുള്ള, ദൈവിക ദർശനമുള്ള ദൈവമാക്കി വെച്ചവൻ ആ സഭാഗമ കൂടാരം പണിയുമ്പോഴേ പണി നേരാകത്തുള്ളൂ. ഇന്ന് സഭ പണി
തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിന്റെ കാര്യം എന്താ? സഭയെന്ന് പറഞ്ഞ് പേര് ഒഹിലിയാബാണെന്ന് എൻ്റെ ഓർമ്മ. സ്തോത്രം. ഞാൻ നോക്കി പറയാൻ പറ്റേ. ഇതൊക്കെ പഴയ നിയമത്തിലെ വിഷയങ്ങളാണ്. ഇതൊക്കെ പഴയത് പണ്ട് എൻ്റെ ഹൃദയത്തിൽ കിടന്നുകൊണ്ട് അങ്ങനെ ദൈവാത്മ പെട്ടെന്ന് വെളിപ്പെടുത്തിയതാണ്. ഒരു പണി നടത്തുമ്പോൾ ദൈവമാക്കി വെച്ചോ പണിയണം. വഴിയെ പോകുന്നവരൊക്കെ കയറി പണിത് കഴിഞ്ഞാൽ എന്താ പറ്റും? വലിയ പ്രസ്ഥാനങ്ങളായിട്ട് ഇന്ന് സഭകളൊക്കെ നിൽപ്പുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പ്രസ്ഥാനങ്ങളാണ്. ആത്മീയമായിട്ട് ജനത്തിന് എന്ത് പ്രയോജനം? ഞാൻ ചോദിക്കുക, എന്ത് പ്രയോജനം? 60 സഭകളുള്ള ഒരു പാസ്റ്ററാണ് പറഞ്ഞത്, ഞാൻ ദൈവമാണ്, ഐ ആം എ അപ്പോസ്റ്റൽ. ഞാൻ പറഞ്ഞാൽ രോഗി സൗഖ്യമാവും, ഞാൻ പോയാൽ ഭൂതം പോവും, ഞാൻ പോയാൽ വിസ വരും. അപ്പോൾ സ്വത്രം പേര് ഞാൻ പിന്നെ പറയാം. സംഭവിച്ചത് എന്താ? വീടുപോയ ദൂതന്റെ വെട്ടേറ്റ ദൂതന്റെ അവസ്ഥയിലായില്ലേ? പേര് പറഞ്ഞ് ഞാൻ അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരൊക്കെ മടങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആത്മീയഗോളം നശിച്ചു കിടക്കുന്നതിന്റെ കാരണം രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവവചനം പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തിയിട്ട് രക്ഷയ്ക്കായി വളർത്താൻ കഴിയാത്ത ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങളുടെ വലിയ പരാജയമാണ് വിശ്വാസി നന്നായിരിക്കുന്നത്. എനിക്കെന്തായാലും അങ്ങനെ ഒരു കർത്താവിൻ്റെ ദാസനെ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. രക്ഷയ്ക്കായിട്ട് വളരണം. അതിന് മായമില്ലാത്ത പാല് കുടിക്കണം. പാല് കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വഭാവം മാറണം. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. IPC ഒരു പാസ്റ്റർ പറഞ്ഞത് കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല. കണ്ടെയ്നർ കണക്കിന് കരിയാണ് പാസ്റ്റർമാരുടെ തലയിലിരിക്കുന്നത്. പാസ്റ്റർ രാജു അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്. കണ്ടെയ്നർ കണക്കിന് കരി ഇറക്കി പാസ്റ്റർമാരുടെ തലയിലോട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാജഭാവമല്ലേ എന്ന് എൻ്റെ ചോദ്യം. എന്താ ഞാനീ തേക്കാത്തത്? ഞാൻ വ്യാജഭാവം പഠിച്ചിട്ട് ഞാൻ എനിക്ക് അതിനെ പറയാൻ പറ്റില്ല. അടിച്ച് പൊളിച്ചു കളയും തമ്പുരാൻ്റെ. എനിക്ക് പേടിയുണ്ട്. മനസ്സിലായില്ലേ? 4 വിധ കാര്യങ്ങൾ വിട്ടാൽ പോലും ഈ ഒരു കാര്യത്തിൽ പിടിക്കപ്പെടുമോ നമ്മൾ? അപ്പൊ 4 കാര്യങ്ങളുണ്ടോ നമ്മൾ? ദുഷ്ടതയുണ്ടോ, ചതിയുണ്ടോ, വ്യാജഭാവമുണ്ടോ, അസൂയുണ്ടോ, തുണയുണ്ടോ? ഈ ഇടയ്ക്ക് ഒരു വാച്ച് പറയാം, വാ എടുത്താൽ തുണയല്ലാണ്ട് പറയില്ല ദൈവമക്കളുണ്ട്. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? അങ്ങനെ അങ്ങ് ശീലിച്ചു പോയത്. അപ്പൊ പത്രോസ് പറഞ്ഞ വചനവുമായിട്ട് എന്ത് ബന്ധം? എന്റെ ചോദ്യം. പത്രോസ് പറഞ്ഞ വചനവുമായിട്ട് എന്ത് ബന്ധം നമുക്ക്? പത്രോസിനെ ആരാ അപ്പോസ്തലനാക്കിയത്? യേശു കർത്താവല്ലേ. നീ എൻ്റെ ആടുകളെ വഹിക്കുക, നിന്റെ ആടുകളെ പാലിക്കുക, നിന്റെ കുഞ്ഞാടുകളെ വഹിക്കുക എന്ന് പറഞ്ഞ് ഡയറക്റ്റായി ആക്കി വെച്ച ആളല്ലേ. ഡയറക്റ്റായിട്ട് ആക്കി വെച്ച ആള് പറയുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ കുറിവാക്യം അതാ. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഈ വചനങ്ങൾ നമ്മൾ കേട്ടനുസരിക്കണം. ഇന്നത്തെ പാസ്റ്റർമാർ പറയുന്ന പ്രസംഗമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, പലരും പറയുന്നത് കേൾക്കാറുണ്ട്. ഈ പുസ്തകത്തിൻ്റെ വ്യവസ്ഥപ്രകാരമാണ് പറയുന്നതെങ്കിൽ ഞാനത് കേൾക്കുകയും അതിൻ്റെ നോട്ടുകൾ എഴുതുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും. അല്ലാത്തതാണെങ്കിൽ ഞാനതെടുത്ത് ദൂരെ കളയും. എനിക്ക് വേണ്ട. പുസ്തകത്തിന് നിരക്കാത്ത ഉപദേശവും പുസ്തകത്തിന് നിരക്കാത്ത പ്രസംഗങ്ങളും നമുക്കൊരു ഗുണവും ചെയ്യില്ല, മറിച്ച് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എബ്രായ ലേഖനം 10:26 മുതൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഹല്ലേലൂയ, സ്തോത്രം. എബ്രായർ 10:24 മുതൽ വായിച്ചു. ഹല്ലേലൂയ. 10:26 മുതൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ലയിപ്പിക്കാനുള്ള ക്രോധ അഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കർണ കൂടാതെ 2-3 സാക്ഷികളും ആ മൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞ് തന്നെ വിശുദ്ധീകരിച്ച നിയമരത്വത്തെ മലിനെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വിട്ടു എന്ന്
കർത്താവ് അരുളി ചെയ്യുന്നു എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തത് തന്നെ നാം അറിയുന്നു. മതി. അപ്പൊ ഇവിടെ മോശയുടെ പ്രമാണം അനുസരിക്കാത്തവനും കർത്താവിന്റെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷയുണ്ടെന്ന് പൗലൂസ് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് എബ്രായർ 10:26 മുതൽ 31 വരെയുള്ള വേദഭാഗം. ഇത് പലരും പഠിപ്പിക്കുന്നില്ല. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. എന്താ കാര്യം? നിങ്ങളെയും യെരൂശലേം പുത്രിമാരെ ഓർത്ത് കരയണം. പിന്നെ ആരെ ഓർത്ത് കരയണം? മക്കളെ ഓർത്ത് കരയണം. അപ്പം നമ്മളെ ഓർത്ത് കരയണം. എന്താ കരയണം? കർത്താവേ, ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അങ്ങയെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ എന്നോർത്ത് നമ്മൾ കരയണം. ആരാ കരയണം? കർത്താവേ, ഇന്ന ആവശ്യം നടന്നില്ലല്ലോ, ഇന്ന കാര്യം നടന്നില്ലല്ലോ, ഇന്നൊരു കാര്യം ചിന്തിച്ചു അത് ശരിയായില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. കർത്താവ് പറഞ്ഞ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യണത്. ഇത് കർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ പ്രാർത്ഥിച്ച വിഷയം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പിറുപിറുപ്പ്, ഇസ്രായേൽ മക്കളെ പോലെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ഞാൻ വളരെ വ്യക്തമായി കൃത്യമായിട്ട് പറയുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഒരു രൂപാന്തരം, അല്ലെങ്കിൽ ഒരു ഉയർപ്പ്. കർത്താവ് വരുന്ന വരുമ്പോൾ മരിച്ചുപോയ ഉയർപ്പ് വേണം, ജീവനോടെ ഇരുന്നാൽ ഇത് രണ്ടും നമുക്ക് വേണം. ഇത് രണ്ടും വേണ്ടാത്ത ബന്ധക്കോസാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇതിൻ്റെ ആത്മീയ ഗുണം. നിങ്ങൾ അങ്ങനെ ആകരുത്. അതിനുവേണ്ടി ഞാൻ തറപ്പിച്ച് പറയുന്നത്. അപ്പം കർത്താവിൻ്റെ ഒരയിൽ പോകണമെങ്കിൽ നമ്മൾ ആകേണ്ട പോലെ ആകണം. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ, സ്നാനപ്പെട്ടത് കൊണ്ടോ, പരിശുദ്ധാംശം പ്രാപിച്ചത് കൊണ്ടോ, ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കുന്നത് കൊണ്ടോ ഒന്നും കർത്താവിൻ്റെ ഒരിൽ പോകാനുള്ള യോഗ്യത ആകണമെന്നില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി പോകാനുള്ള യോഗ്യത കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ, എൻ്റെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്ത് പോകണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. പിതാവിൻ്റെ ഇഷ്ടം ആരാ പഠിപ്പിക്കുന്നത്? തൻ്റെ ഇഷ്ടം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ആരാ പഠിപ്പിക്കുന്നത്? എടുത്ത് വായിക്കാമോ? തെസ്സലോനിക്കർ 5:13 മുതൽ. വായിക്കുമ്പോൾ കുറച്ച് നിർത്തി വായിക്കണം. സ്പീഡ് കൂടിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോവുക. ഞാനേതാ പറഞ്ഞത് വിഷയം? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. നിർത്തി വായിക്കണേ, വളരെ നിർത്തി വായിക്കണം. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് പൗലോസ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 5-ാം അധ്യായം 13 മുതൽ ഞാൻ വായിക്കണോ? തമ്മിൽ സമാധാനമായിരിപ്പീൻ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കും, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും, ബലഹീനരെ താങ്ങുകയും, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും, എപ്പോഴും സന്തോഷിപ്പീൻ, പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവേഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തില്. ആരെയും ദൈവേഷ്ടം ചെയ്യുന്നത്? ഈ പൗലോസ് പറയുന്ന ദൈവേഷ്ടം ചെയ്യുന്നവരാരാ ഉള്ളേ? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. തമ്മിൽ സമാധാനമായിരിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ സമാധാനമായിരിക്കുന്ന കുടുംബം എത്ര ഉണ്ട്? ഞാൻ ചോദിക്കുക. അപ്പൊ ദൈവേഷ്ടം ചെയ്യുന്നില്ലല്ലോ. ശ്രദ്ധിച്ചേ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ക്ഷമയില്ലല്ലോ, പിന്നെയാണ് ദീർഘക്ഷമ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തിന്മ ചെയ്തവരോട് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പായി നമ്മൾ മാറിയില്ലേ? കോടതിയും കേസും വഴക്കും ഒക്കെ പെന്തക്കോസ്തുകാരുടെ ഒരു സ്ഥിരം പ്രവണതയായി തീർന്നില്ലേ? പിന്നെ എവിടെ ദൈവിഷ്ടം ചെയ്യുന്നത്? തമ്മിലെല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. തിന്മ ചെയ്യുന്നില്ല, പിന്നെ നന്മ ചെയ്യുന്നില്ല, പിന്നെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം
നന്മ ചെയ്യാതെ തന്നെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത, എപ്പോഴും സന്തോഷിപ്പിൻ. നമ്മുടെ സന്തോഷം ഏതിലാണ് നമ്മുടെ സന്തോഷം? ദൈവമക്കളുടെ സന്തോഷം ഏതിലാ? ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഒരു വാക്യത്തിന്റെ കഷ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വാക്യത്തിന് പ്രസക്തിയില്ല. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന വിശ്വാസി എത്ര പേരുണ്ട്? മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ബോട്ട് വെച്ചുകൊണ്ട് കക്ക കക്ക എന്ന് പറഞ്ഞ് കാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു വിശ്വാസി. ഞാനൊരു ട്രാക്ഷൻ കൊടുക്കാൻ പോയിട്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡ് വിളിക്കാൻ ഒരു പാസ്റ്ററെ വീട്ടിൽ പോയി. പാസ്റ്റർ നല്ല സൂപ്പറായിട്ടിരുന്ന് കണ്ടോണ്ടിരിക്കുക. ഞങ്ങളെ കണ്ടപ്പോൾ നാടിച്ചു പോയി. പാസ്റ്റർമാരുടെ സ്ഥിരം പരിപാടിയാണ് ഓരോ സിനിമയും നാടകം കണ്ടോണ്ടിരിക്കുക. എന്നിട്ടാണ് വന്ന് അവർ ഉപദേശിക്കണേ എങ്ങനെ ചെന്നാകാനാ ജനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ ഭവനത്തിൽ ഞാൻ കടന്നു വന്നതിൻ്റെ കാരണം, കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവവചന വ്യവസ്ഥപ്രകാരം ഒരുങ്ങിയില്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ അടുത്ത സംഭവം എന്താ? എന്ന് പറഞ്ഞ് കൈവിടപ്പെട്ടു പോയാൽ എന്തായിരിക്കും സ്ഥിതി? യേശുക്രിസ്തുവിന്റെ കിരാത ഭരണത്തിന്റെ കീഴിൽ നമ്മളായി. കർത്താവിന് പകരം വേറൊരു കർത്താവ് വരും. ആ കർത്താവിന്റെ പേരാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു വന്ന് 7 വർഷം യഹൂദന്മാരുടെ കഷ്ടകാലമായ യാക്കോബിന്റെ കഷ്ടകാലം എന്ന നിലയിൽ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് 7 വർഷം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പെന്തക്കോസ്തുകാരൻ ഇതിന്റെ നടുവിൽ പോയി വീഴരുത്. അതാണ് എൻ്റെ പ്രസംഗം. ഇത് പാസ്റ്റർമാരും വിശ്വാസികൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ഈ ദൂതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി. ഇല്ല പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല, നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൈവിടപ്പെട്ടു പോകും. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, മത്തായി 7:21 സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതിന് ഉത്തരേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ആരാണെന്ന് ക്ലിയർ കട്ടായിട്ട് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. പൗലൂസാ പറയുന്നത്. ഇപ്പം ഞാൻ വായിച്ചു കേട്ടത്, നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ആരും തിന്മയ്ക്ക് പോലും തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. എപ്പോഴും സന്തോഷിക്കുന്നുണ്ടോ? കർത്താവിൽ സന്തോഷിക്കുന്നുണ്ടോ? ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ ഈ ആത്മീയനുഭവം? പിന്നെ എങ്ങനെ സ്വർഗത്ത് പോകുമെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണേ. എല്ലാവർക്കും സ്വർഗത്ത് പോകണം, എല്ലാവർക്കും കർത്താവ് വരുമ്പോൾ പോകണം, നല്ല കാര്യമാണ്. ആഗ്രഹം ഉള്ളിലുള്ളത് തന്നെ നല്ല കാര്യമാണ്. പക്ഷെ അത് നടക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട വിലപ്പെട്ടതായ ചില കാതലായ ഉപദേശങ്ങളാണ് നമ്മൾ ഇത് വൽക്കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് മനസ്സ് വരുന്നത് ഇല്ല, കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങണമെന്ന് പറയാൻ ചെല്ലണമെന്ന് വലിയ നിർബന്ധം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വരാനിടയായി. കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. മത്തായി 25:10 വായിച്ചേ മോളെ കേൾക്കാം. മത്തായി 25:10 5 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുന്ന ഭാഗമാണ്. മത്തായി 25:10 വായിച്ചോ, ഇംഗ്ലീഷ് വായിച്ചോ. അതിന് മലയാളം ഞാൻ പറയാം. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടി മണയറയിൽ പ്രവേശിച്ചു. ഒരുങ്ങിയിരുന്നവർ, മണവാളം വന്നപ്പോൾ ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ശക്തമായ പ്രബോധനമാണ് മത്തായി 25:10. എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളിയുണ്ടായി. ഇന്ന് മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളിയാണ് ഇസ്രയേലും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം. റഷ്യയും അമേരിക്കയും ബ്രിട്ടനും സ്പെയിനും ജർമ്മനിയും എല്ലാവരും യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ്. നാറ്റോ രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടി യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുക. ഇത് ഒരു ആർപ്പുവിളിയാണ്, മണവാളൻ വരുന്നു എന്നുള്ളത്.
1, 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. 1-ാം ലോകമഹായുദ്ധത്തിൽ 1 കോടി മനുഷ്യർ മരിച്ചു എന്നാണ് കണക്ക്. 2-ാം ലോകമഹായുദ്ധത്തിൽ 5 കോടി മനുഷ്യർ മരിച്ചു. 3-ാമതൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ എത്ര കോടി മനുഷ്യരുണ്ട് ഭൂമിയിൽ? മെഷർമെന്റ് എടുത്ത് വെക്കണേ. 140 കോടി ഇന്ത്യയിലുണ്ട് സഹോദരി. നിങ്ങൾ ഏത് ലോകത്താ? ഏകദേശം 850-900 കോടി ജനമുണ്ട് ഭൂമിയിലെ. 1-ാം ലോകമഹായുദ്ധത്തിൽ 1 കോടി മരിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിൽ 5 കോടി മരിച്ചു. മുറിവേറ്റവരുടെ കണക്കില്ല കേട്ടോ, അതുപോലെ കോടിക്കണക്കിനായി. 3-ാമതൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ഈ 800 കോടിയിൽ 3/4% തീരും. നമ്മുടെ കാര്യം കട്ടപ്പോക. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടും ഗൗരവമായിട്ടും പറയുക, പഠിക്കുന്ന മോള് പഠിക്കുക, പഠിക്കുന്ന മോൻ പഠിക്കുക, ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുക. ഇതിനൊന്നും നമുക്ക് നിർത്താൻ പറ്റത്തില്ല. നമുക്ക് ജീവിക്കാൻ അന്നത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അപ്പോൾ തന്നെ സമയങ്ങൾ വേർതിരിച്ച് വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. സ്വർഗത്തിലെ ജീവിതം കോടാനുകോടി വർഷങ്ങളാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നരക ജീവിതവും കോടാനുകോടി വർഷങ്ങളാണ്. അവിടെ ചെന്ന് പെട്ടാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ തിരിച്ചു വന്നെങ്കിൽ ലൂക്കോസ് 16 ധനവാൻ രക്ഷപ്പെട്ടു പോയല്ലേ, ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ പിളർപ്പ്. ഇതൊക്കെ സംഭവം കറക്റ്റായിട്ട് അറിയാം. വലിയ പിളർപ്പുണ്ടായിരിക്കുന്നു. അവിടെ ഇങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അതുപോലെ ഇതും നരകത്തിൽ പോയി വീണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ബസ് മുറുക്കാനെയൊക്കെ ചിലരുടെ സ്വപ്നങ്ങളാണ്. അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അതൊക്കെ വചനത്തിൽ ആധാരമില്ലാത്ത വെറും പൈശാചികമായ ചിന്താഗതികളാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്നവർ പഠിക്കുക, ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുക, വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവ് ഒരു ആക്സിഡൻ്റായിട്ട് നമുക്ക് ആർക്കും സംഭവിക്കരുത്. ആക്സിഡൻ്റ് സംഭവിക്കുന്നത് നമ്മൾ അറിയാതെയാണ്. എന്നാൽ കർത്താവിൻ്റെ വരവിൻ്റെ കുളമ്പടി ശബ്ദമാണ് ഇന്ന് കേൾക്കുന്ന യുദ്ധങ്ങളും ഇന്ന് ലോകത്ത് കാണുന്ന സംഭവങ്ങളും. കുടുംബത്തിൽ സമാധാനമില്ല, രാഷ്ട്രങ്ങൾ സമാധാനമില്ല, സമൂഹങ്ങളിൽ സമാധാനമില്ല. സമാധാനത്തിന് ഒരു കണിക പോലും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം കള്ളും മദ്യവും മയക്കുമരുന്നിലൊക്കെ കിട്ടുന്നതാണ്. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം വലിയ സമാധാനം. ആ സമാധാനമുള്ള എത്ര ബന്ധകോസാരുണ്ടെന്നാ എൻ്റെ ചിന്ത. ഉണ്ടല്ല, ചുരുക്കം പേർക്കുണ്ട്. എനിക്കുണ്ട് സമാധാനം. നിങ്ങൾക്കുണ്ടെങ്കിൽ തീരുമാനിച്ചോളൂ. കൊണ്ടേക്കുണ്ടെങ്കിൽ തീ കൊണ്ടെന്ന് പറഞ്ഞോളൂ, ദൈവത്തോട് പറഞ്ഞോളൂ. എനിക്കറിയത്തില്ല. കള്ളം പറഞ്ഞാൽ അടിയിട്ടേം ചെയ്യും. കർത്താവിനോട് പറഞ്ഞോളൂ, എനിക്ക് സമാധാനമുണ്ട് കർത്താവേ, അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ആയിരിക്കാം. നല്ല കാര്യമാണ്. നമ്മൾ കുറ്റങ്ങൾ കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉണ്ടെങ്കിലും നമ്മൾ കർത്താവിനോട് നല്ല മനസ്സാക്ഷി എപ്പോഴും കാത്തു സൂക്ഷിക്കുക. വരുന്ന കുറ്റങ്ങൾ തെറ്റുകൾ എന്ത് ചെയ്യുക? അതാത് സമയം നാം തമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം തമ്മിൽ തന്നെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ കൊണ്ട് വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് ശുദ്ധീകരണം പ്രാപിച്ച്, അതാണ് റോമാലേഖനം 6-ാം അധ്യായം. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഓരോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമായിട്ടൊരു നിരപ്പിലേക്ക് വന്നുകൊള്ളണം. ലംഘനം മറച്ചു വയ്ക്കുന്ന ഒരു ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പം മായമില്ലാത്ത പാല് കുടിച്ചാലേ രക്ഷയ്ക്കായി വളരുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രക്ഷയ്ക്കായി വളരണമെങ്കിൽ മായമില്ലാത്ത പാല് കുടിക്കണം. മായമില്ലാത്ത പാല് കുടിക്കണമെങ്കിൽ, ഈ പാലുള്ളിലോട്ട് ചെല്ലണമെങ്കിൽ 5 വിധ പാപങ്ങൾ തടസ്സമായി നിൽക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക. അതെന്തൊക്കെയാണ് 5 വിധം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഈ 5 വിധ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് വിട പറഞ്ഞതിന് ശേഷം ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പാല് ഉള്ളിലേക്ക് ചെല്ലത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ വളരാതിരിക്കുന്നതിൻ്റെ കാര്യം പാനിയല്ലാത്തതുകൊണ്ടാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു അമ്മ, നിങ്ങളൊരു അമ്മയാണല്ലോ, പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യം കൊടുക്കുന്നത് എന്താ? പാരക്സോ വല്ലതൊക്കെയാണോ കൊടുക്കുന്നത്? അമ്മയുടെ മുലപ്പാലല്ലേ കൊടുക്കുന്നത്? ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഇരുന്നോട്ടെ ആ ദൂത്.
മുലപ്പാല് കൊടുക്കാത്ത തള്ളമാരാണിത്. അവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോകും. നിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടുമ്പോൾ നിന്റെ കുഞ്ഞു കന്നുകാലിക്ക് തുല്യമാവും. എന്താ കാര്യം? പശുവിൻ്റെയും ആടിൻ്റെയും പറ എരുമയുടെയൊക്കെ പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം ഏതായിരിക്കും? മനുഷ്യക്കുഞ്ഞ് പശുപ്പാൽ കുടിച്ചാലേ മനുഷ്യ സ്വഭാവം കാണിക്കത്തുള്ളൂ. ഈ പാരക്സ് എല്ലാം കൂടി കുത്തിക്കലക്കി കൊടുത്താൽ അത് മുഴുവൻ കെമിക്കലല്ലേ? രോഗമായിട്ട് തീരത്തില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ തുള വീണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? മാരകമായ രോഗത്തിന് അടിമയായി കുഞ്ഞുങ്ങൾ തീരുന്നത് കേട്ടിട്ടില്ലേ? 4-5 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ പക്ക രോഗികളാണ്. എന്താ കാര്യം? ഈ ആർട്ടിഫിഷ്യൽ ഫുഡ്, മായമില്ലാത്ത പാല് കുഞ്ഞുങ്ങൾക്ക് കുടിപ്പിക്കുന്നില്ല. എന്നതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതൽ ശുദ്ധമായ ഈ മായമില്ലാത്ത പാല് കുടിക്കാതെ വല്ലയിടത്തും വല്ലതുമൊക്കെ പറയുന്നത് കേട്ട് വളർന്നാൽ എന്താ പറ്റും? ആത്മീയമായി നശിച്ചു പോകും, ആരോഗ്യമില്ലാത്തവരായി. തീത്തോസിന്റെ ലേഖനത്തിൽ ഒരു പദപ്രയോഗമുണ്ട്: വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, പ്രത്യാശയിൽ ആരോഗ്യം, സന്തോഷത്തിൽ ആരോഗ്യം. അതിൻ്റെ ഉദ്ദേശം നല്ല സന്തോഷവും പ്രത്യാശയും വിശ്വാസവും ഒക്കെ ഉള്ളവരായിരിക്കണം. അപ്പൊ ഈ പാല് കുടിക്കാത്ത കൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിശ്വാസിക്ക് വളരാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചവരാണ്, പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ, നല്ല കാര്യം. നമ്മൾ ദൈവവചനം ധ്യാനിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വചനം കയറണം. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായുത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെ തുളച്ചു ചെല്ലുന്നതും അത് ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുന്നതുമാണ്. വചനം ഉള്ളിലോട്ട് ചെന്നില്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ രൂപാന്തരം ഉണ്ടാകത്തില്ല. പുറത്തവൻ നല്ല ആന പോലെയൊക്കെ ഇരിക്കും, ചിലപ്പോൾ നല്ല ശക്തനായ മനുഷ്യനായിരിക്കും, കിങ്കോങ്ങിനെ പോലെയൊക്കെ ഇരിക്കും. അകത്തെ മനുഷ്യൻ ICU കിടക്കും. ICU കിടക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ലേ. ഇന്നത്തെ പല ദൈവമക്കളെന്ന് പറയുന്നത് ICU കിടക്കുക. അവിടെ അകത്തെ മനുഷ്യൻ ചത്തോണ്ടിരിക്കുക. അകത്തെ മനുഷ്യന് ഭക്ഷിക്കാനുള്ള ആത്മീയ ആഹാരം കൊടുക്കുന്നില്ല. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവചനത്തെ ആഹാരം ദൈവവചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ശക്തമായി പഠിപ്പിക്കുന്നുള്ളൂ, വായിച്ച് പഠിച്ചോണം. ദൈവവചനമാകുന്ന ഭക്ഷണം. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ എന്തോ കൊടുത്തു തിന്നാൻ? പുതിയ നിയമവിശ്വാസിക്ക് മരുഭൂമിയിൽ എന്താ ഉള്ളത്? ദൈവവചനം. അവരോട് ആക്ഷരികമായ വെള്ളം കുടിച്ചെങ്കിൽ നമുക്ക് ആത്മീകമായ വെള്ളമാണ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നുണ്ടോ? തെറിയൊക്കെയല്ലേ വായിക്കൂടി വരുന്നത്? നിങ്ങൾ എന്നാണ് പടങ്ങല്ലേ? അന്യഭാഷ പറയുന്നത്, അന്യായ ഭാഷയല്ലേ പറയുന്നത്? സ്തോത്രം. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പോയാൽ പറഞ്ഞിട്ടേ പോകുള്ളൂ. നിങ്ങൾ എന്നെ തല്ലിക്കൊന്ന് ഇവിടെ ഇട്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്ത് ചെയ്യും? തക്ക സമയത്ത് ഫോണെടുത്ത് പോകും. പിന്നെ ഇതിനടുത്ത് കുഴിച്ചിടേണ്ട കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്തം. കുഴിച്ചിടാൻ നേരത്ത് കൊണ്ടുപോകും, പോലീസ് ചെയ്താലാന്ന് ചോദിക്കും, നിങ്ങളകത്ത് പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകണം, നമുക്ക് കർത്താവിൻ്റെ വരവിൽ പോകണം, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. ഇന്നത്തെ ദിവസം ഏതാ? 2024 നവംബർ മാസം 23-ാം തീയതി. ഇന്നലെ വരെയുള്ള ജീവിതം നിങ്ങൾ മറന്നു. ഈ വചനം കേട്ട ഇന്ന് മുതൽ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകും. ഞാനത് പറയാനാണ് വന്നത്, വേറെ ഒന്നും പറയാനില്ല. കെട്ടുകഥയും കഴിവിക്കഥയും നിർമ്മലകഥയും സങ്കല്പകഥയും ഒക്കെ പറയാനില്ല. അമേരിക്കയിൽ പോയ വന്ന് പാസ്റ്റർ പ്രസംഗിക്കുന്നത് അമേരിക്കയിലെ വിവരണമാണ്. വിവരണം ഇങ്ങനെ കൂടി വന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ പാസ്റ്റർ അമേരിക്കയിൽ പോയി 6 മാസം അവിടെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. കഴിഞ്ഞ സൺഡേ തൊട്ട് പുള്ളി പ്രസംഗിക്കുന്നില്ല, അമേരിക്കൻ വിവരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സംഭവങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം ഞാനവരോട് പറഞ്ഞു, നിന്നെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ട്. അന്ന് പാസ്റ്റർ അങ്ങനെ പറഞ്ഞു. ഈ വർത്തമാനം ഞങ്ങൾക്ക് കേൾക്കണ്ട, അമേരിക്കൻ വിവരണമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾക്ക് ദൈവവചനത്തിലൂടെയുള്ള ആത്മീക ഭോജനം തരാൻ പാസ്റ്ററിന് കഴിയുമെങ്കിൽ കഴിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഇരുന്ന് മേശപ്പുറത്തിരുന്ന് ഭക്ഷിക്കുമ്പോൾ അമേരിക്കയിലത്തെ ഫുഡ് അങ്ങനെയാണ്, അമേരിക്ക അതൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് ദൈവവചനം തരണമെന്ന് പറയാനുള്ള ആർജവം
സഹോദര, നിനക്കില്ലാത്തത് കൊണ്ടാണ് ഈ ഗതികെട്ട അവസ്ഥയിൽ നീ ഇരിക്കുന്നത്. അവരോട് പറയണ്ടേ? പാസ്റ്ററോട് പറഞ്ഞത് അബദ്ധമായി പോരുമെന്ന് അവര്. പിന്നെ ഞാനെന്താ പറയണ്ടേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമാണ്. ഒരു വലിയ നവീകരണം നമുക്കുണ്ടാകേണ്ടത് ആവശ്യം. തീത്തോസിൻ്റെ ലേഖനം എടുക്കുക. തീത്തോസിൻ്റെ ലേഖനം, ആ ലേഖനം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നതാണ്. ഇപ്പോൾ ആ വാക്യം ഒന്നെടുത്ത്. തീത്തോസിൻ്റെ ലേഖനം. തീത്തോസിൻ്റെ ലേഖനത്തിൽ തീത്തോസ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. തീത്തോസ് ഫിലമോൻ എന്നല്ലേ? തീത്തോസിൻ്റെ ലേഖനത്തിൽ തീത്തോസ് പറയുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രദ്ധിച്ചോളെ, ഞാൻ ആ വാക്യം തരാം. പരിശുദ്ധാത്മാവിനുള്ളൊരു നവീകരണം നമുക്കുണ്ടാകണമെന്ന് തീത്തോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 3-ന്റെ 1 തൊട്ട് വായിക്കാം. 3-ന്റെ 1 തൊട്ട് നിർത്തി വായിക്കണേ. മലയാളത്തിൽ വായിച്ചാട്ട് പോകും, അല്ലെങ്കിൽ ഞാനൊക്കെ വായിക്കാം. ശ്രദ്ധിച്ച് കേട്ടോ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ട് ദൂഷണം പറയാതെയും കലയിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. മുമ്പ് നാമം, ശ്രദ്ധിക്കണേ, പൗലൂസിൻ്റെ സ്നേഹിതന്മാരെ കുറിച്ച് പൗലൂസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. മുമ്പ് നാമം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം ഭയക്കുന്നവരുമായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണാധിക്യ പ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ നിമിത്തം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിലാണ് ഒരു നവീകരണം നമുക്ക് കിട്ടി. ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥ നമുക്ക് കിട്ടി. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. അത് കേട്ടത് കൊണ്ടായില്ല, കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിക്കുമ്പോൾ മാത്രമേ ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ നടക്കുന്നുള്ളൂ. അതാണ് റോമാലേഖനം 6-ാം അധ്യായം. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെടും. ശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെട്ട് അതിൻ്റെ അവസാനം നിത്യജീവൻ കിട്ടുമെന്നാണ് റോമാലേഖനം 6-ാം അധ്യായം. ആ ഭാഗം കൂടി ഞാൻ എടുത്ത് വായിക്കാൻ പോകും. റോമാലേഖനം 6-ാം അധ്യായം എല്ലാവരും എടുത്താട്ടെ. വലിയ ആത്മീക മർമ്മങ്ങൾ അടങ്ങിയ ഗോൾഡൻ ചാപ്റ്ററാണ് റോമാലേഖനം 6-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവർ പാപം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ. ഉപദേശ സഭയെ പഠിപ്പിക്കുന്നില്ല, വിശ്വാസികൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക. സങ്കീർത്തനം പാടി പാട്ട് കുർബാനയെ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ വിശ്വാസി നന്നാകുന്നത്? റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു. അതിൻ്റെ 16-ാമത്തെ വാക്യം, റോമർ 16-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു ചിന്തയാണത്. സഹോദരന്മാർ, അതിൻ്റെ 17-ാം വാക്യം, 16-17. റോമർ 16-17. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. സഹോദരന്മാരെ, വായിച്ചേ. നിങ്ങളോട് വായിക്കാനാണ് ഞാനത് നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിൽ നിന്ന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്ന് മാറുകയും അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നു. മതി. ഇങ്ങനെയൊന്നും വായിച്ചാൽ ശരിയല്ല. നല്ല ക്ലിയർ ആയിട്ട് വായിക്കണം, ക്ലിയർ കട്ടായിട്ട് വായിക്കണം. വചനം വായിച്ച് പഠിക്കണം.
വചനം ഉള്ളത്തിൽ വീഴണം. സ്തോത്രം. അപ്പൊ സഭയെ ഉപദേശം പഠിപ്പിച്ചു. 16-17 തുടക്കം, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. റോമാ സഭയെ അപ്പോസ്തലൻ ഉപദേശം പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. ഇന്ന് സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. പാട്ടുകുർബാന നടത്തിക്കൊണ്ടിരിക്കുക, സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുക. IPCയിലെ പ്രധാന പാസ്റ്റർ മരിച്ചുപോയി, എത്ര പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ സങ്കീർത്തനം ഉള്ളത് കൊണ്ടാണ് പാസ്റ്റർമാർ പിടിച്ചു നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? സങ്കീർത്തനം പോയാൽ പോയി. പ്രിയ ദൈവമക്കളെ, PM ജോസഫ് എന്ന അദ്ദേഹത്തിന്റെ പേര്, ആദരണീയനായ ഒരു ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട എക്സ്പെൽട്രിക്കാരനായ ഒരു ദൈവദാസൻ, പുതിയ നിയമം ശക്തമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കിട്ടും. PM ജോസഫ് എന്ന് അടിച്ചാൽ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്തിനു പറഞ്ഞു? സഭയെ ഉപദേശം പഠിപ്പിക്കുക, സഭയെ അത് പഠിക്കുക. സർക്കുലർ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന മൽക്കി സ്കൂളിൽ പോകുന്ന വായി നോക്കാനാണ് പോകുന്നത്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനാണ് പോണത്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എക്സാം ചെയ്യുന്നത്. ഇപ്പൊ സഭയിൽ വരുന്ന വിശ്വാസികളെ പാസ്റ്റർമാർ വചനം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വായിച്ചു പഠിച്ചു. നിങ്ങൾ വായിച്ചു പഠിക്കുന്നേ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, പൗലോസ് പറഞ്ഞെങ്കിൽ, വാക്കിനാൽ തന്ന പ്രമാണം പ്രവൃത്തി പുസ്തകവും, ലേഖനങ്ങളിലൂടെ തന്ന പ്രമാണം റോമാലേഖനം മുതൽ യൂദയുടെ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം വരെ 1, 2, 3 അധ്യായം വെളിപ്പാട് പുസ്തകം നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി 4-ാം അധ്യായത്തിൽ സഭ തുറക്കത്തില്ല. അപ്പൊ അങ്ങനെ ആ ലേഖന ഭാഗങ്ങൾ വായിച്ചു പഠിക്കണം. സഭയുടെ ഉപദേശം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അപ്പോ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാ? അവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. ബൽക്കി പഠിക്കട പഠിക്കട അങ്ങനെ പറയല്ല, മനഃപൂർവ്വം. എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങളാണ്, ഉപദേശങ്ങളാണെന്ന് നാം മനസ്സിലാക്കി നാം മനഃപൂർവ്വം ആ ഉപദേശം പഠിച്ച് അനുസരിക്കുമ്പോൾ മാത്രമേ പാപത്തിൽ നിന്ന് സ്വന്തം കിട്ടാവത്തില്ല. വിശ്വാസി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപദേശം ഇല്ലാത്തിട്ടാ, ഉപദേശം പഠിക്കാത്തതുകൊണ്ടാ, ഉപദേശം പഠിച്ച് അനുസരിക്കാത്തതുകൊണ്ടാ. അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഈ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത്, ഉപദേശം പഠിച്ചനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരും ആകുന്നത്. അല്ലാതെ നമ്മൾ ആകത്തില്ല. മനസ്സിലാകണേ. ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോണേ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇനി അടുത്ത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അപ്പോൾ ഈ റോമർ 6-ന്റെ ആദ്യത്തെ ഭാഗം സ്നാനം എന്നുള്ള വിഷയമാണ്. സ്നാനപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പാപം ചെയ്തുകൊണ്ടിരുന്നു. സ്നാനപ്പെട്ടപ്പോൾ ഈ പഞ്ചേന്ദ്രിയം എന്ത് ചെയ്യണം? നീതി ചെയ്യണം. അതാ ഇവിടെ പറയുന്നത് 19-ാം വാക്യത്തിൽ. ഞാൻ ജഡത്തിന്റെ ബലഹീനതയെ ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റതിന് ശേഷം, യേശുക്രിസ്തുവിനെ ധരിക്കുന്ന സ്നാനമേറ്റ ശേഷം ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. അപ്പൊ വിശുദ്ധീകരണം എങ്ങനെ കിട്ടും? വിശുദ്ധീകരണം ദൈവവചനം കേട്ടനുസരിക്കുക, അല്ലെങ്കിൽ വായിച്ചു പഠിച്ചനുസരിക്കുമ്പോഴാണ് വിശുദ്ധീകരണം കിട്ടുന്നത്. റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ഈ നിത്യജീവൻ കിട്ടണമെങ്കിൽ ദൈവവചനം കേട്ടനുസരിക്കണം, അല്ലെങ്കിൽ വായിച്ചു പഠിച്ചനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അതിൻ്റെ അവസാന ഭാഗം കൂടി ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിലും നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. എന്നാൽ നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? ലജ്ജ. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജ. അതിൻ്റെ അവസാനം
മരണം, ആത്മാവിന്റെ മരണം. നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? ശുദ്ധീകരണം, വിശുദ്ധീകരണം. നീതി ചെയ്യുക, വചനം അനുസരിക്കുമ്പോൾ വിശുദ്ധീകരിക്കുക. ഇപ്പോൾ സ്വത്രം ചൂടുത്ത് വചനം കേട്ടനുസരിക്കുമ്പോൾ ശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് വചനം കേട്ടനുസരിക്കുമ്പോൾ ശുദ്ധീകരണം ചെയ്യുക. കാണാനൊന്നും കാണത്തില്ല അത്. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോകണമെന്ന് ഇവിടെ പൗലൂസ് പഠിപ്പിക്കുക. നിർഭാഗ്യവശാൽ ഇന്നത്തെ പാസ്റ്റർമാർ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അവർക്ക് 10 ചക്രം കിട്ടാനുള്ള കാര്യം അവർ പഠിപ്പിക്കുന്നത്, അവരുടെ ഗീശ വീർപ്പിക്കാനുള്ള കാര്യം അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ ആത്മീയ കോളത്തിൽ കിടക്കുന്ന ഈ അപശബ്ദങ്ങളൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പോക്കുന്നത്, സഭയുണ്ടാക്കുന്നത്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കേണ്ട ചെറുപ്പക്കാര് ആൾക്കാരെ വഞ്ചിച്ച്, ആൾക്കാരെ നശിപ്പിച്ച്, ഭൗതികം കൊയ്തെടുത്ത് സുഖിച്ചുകൊണ്ടിരിക്കുക. അവർ ഒരു ദിവസം തന്നെ 3-4 ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഇതാണ് ഒരു മാന്യം പറയുക. ഞാൻ ഒരു ദിവസം 4-5 ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആൾക്കാരെ നരകത്തിൽ വിടുന്നത്. പുള്ളി പറഞ്ഞ സ്വർഗത്തിൽ വിടുന്ന കാര്യമാണ്. ഞാനതിനെ നരകത്തിലാക്കി ആക്കുക. കാരണം അങ്ങനെ ഒന്നും കാണുന്നില്ല. നമ്മൾ പൈസ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പേരിനും പ്രശസ്തിക്ക് വേണ്ടി നടക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് പറയാനുള്ളത്, രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ, വീണ്ടും ജനനം പ്രാപിച്ചവരാണ് നമ്മളെങ്കിൽ നമ്മുടെ പാപ സ്വഭാവങ്ങൾ, ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ എല്ലാം നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായിട്ട് വളരാൻ വചനമില്ലെന്ന് മായമില്ലാത്ത പാല് കുടിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച് വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടെടുക്കാം. ഹല്ലേലൂയ.